എന്റെ ചോദ്യം ഇതാണ്, ഈ വീട്ടിലെ മരുമകൾ ആരാണ്? പറ. ഈ വീട്ടിലെ മരുമകൾ ആരാന്ന്? അത് ഞാനല്ല. എനിക്ക് ആ സ്ഥാനം വേണ്ട. ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി വരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ഥാനത്ത് ജാസ്മിൻ വരുന്നതിന്റെ വിഷമം മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. എന്നോട് രണ്ടാം വിവാഹം കഴിക്കാൻ പറഞ്ഞ സമയത്ത് വധു ജാസ്മിൻ ആവരുതെന്ന് നീ പറഞ്ഞില്ലല്ലോ. നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. രണ്ടാം വിവാഹവും വെറും കാട്ടിക്കൂട്ടലാണെന്നറിയാവുന്ന ഞാൻ എന്തിനു വെറുതെ പെണ്ണ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണം? അതുകൊണ്ട് എന്നെ കെട്ടാൻ വെമ്പൽ കൊണ്ട് നടക്കുന്ന ജാസ്മിൻ തന്നെ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ജാസ്മിനെ കെട്ടാൻ മനസ്സിലാന്ന് ഞാൻ അവളോടും അമ്മയോടൊക്കെ പറയണോ? പറയാം. പക്ഷേ സ്നേഹം മുഴുവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ നല്ലതിനു വേണ്ടി എന്റെ ജീവിതത്തിൽ നിന്നും ഓടിപ്പോവാൻ ശ്രമിക്കുന്ന നീ തുറന്നു പറയണം, നിനക്ക് എന്നോട് ശരിക്കും പ്രണയമാണെന്ന്. ഞാനില്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് പറ. പ്രണയം എന്നത് സ്വന്തമാക്കാനുള്ളത് മാത്രമല്ല സർ. ഇതിലും നന്നായി ഒരു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവിനെ പ്രണയിക്കാൻ കഴിയില്ല. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജീവിതത്തിന്റെ അടിസ്ഥാന റൂളിനെ പറ്റിയാണ്. അതും നമ്മുടെ പ്രിയപ്പെട്ട ഓറിയോ ബിസ്ക്കറ്റിലൂടെ. നമ്മുടെയൊക്കെ ജീവിതം ഫലപ്രദമാവുന്നത് എപ്പോഴാ? നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് പോലെ ആവുമ്പോ. കണ്ടില്ലേ, ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലെ ഈ ക്രീമാണ് നിങ്ങൾക്കിടയിലെ സ്നേഹം, പരിശുദ്ധമായ സ്നേഹം. അപ്പോ ഇവ ഒന്നിച്ചിരുന്നാ മാത്രമേ ജീവിതം മധുരമുള്ളതാവൂ. നമ്മുടെ ഓറിയോ പോലെ സ്റ്റേ പ്ലേഫുൾ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നോക്കിക്കേ, ക്രീമിന്റെ അംശം പോലും ഇല്ല, സ്നേഹവും ഇല്ല, സൗഹൃദവും ഇല്ല. എലോൺ ആൻഡ് ഡിപ്രസ്ഡ്. ഇതുപോലെ. ബിസ്ക്കറ്റ് വേണോ? കൊണ്ടുവരാം. പാർവതി, ആഹാ, വിശാൽ സാറിന്റെ അടുത്ത് പോയിട്ട് അവൾ ഇനിയും തിരിച്ചു വന്നില്ലേ? കുറെ നേരമായല്ലോ പോയിട്ട്. ഇത്രമാത്രം എന്താ സംസാരിക്കാനുള്ളത്? ഓ, പറയാനുള്ളത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കായിരിക്കും. ജാസ്മിൻ കുഞ്ഞിനെ കെട്ടിക്കഴിഞ്ഞാ പിന്നെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. കെട്ടുകഴിഞ്ഞാ പാർവതിയെ ജാസ്മിൻ കുഞ്ഞെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ലല്ലോ. ഞാനെന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? ഇത്
ഇത് അന്ന് ഇവിടെ വന്ന പോലീസല്ലേ? അതെ അതെ. ആ, പാർവതി, ഈ ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നത്? ഇയാളല്ലേ അന്നിവിടെ വന്നത്? അന്ന് കലാപം നടക്കുമ്പോ ഒരു പോലീസ് വന്ന് രക്ഷിച്ചത് ടിവിയിൽ വന്നില്ലേ? അത് ഇയാളല്ലേ? ആ പിന്നെ ഉച്ചതിരിഞ്ഞേ ഞാൻ മാർക്കറ്റിൽ പോകുന്നുണ്ട്, നീയും വരണം. അത് പറയാനും കൂടെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നേരത്തെ പറഞ്ഞില്ലെങ്കിലേ നീ എവിടെങ്കിലും പോയാലോ? പുറത്തൊക്കെ നടക്കുന്നതാണല്ലോ നിന്റെ പ്രധാന ജോലി. എടാ ഓമനെ, നീ ബസ് കാത്ത നിക്കാണോ? എവിടെ പോവാ? ഞാൻ എവിടെ പോയാലും നിനക്കെന്താ? വന്നിരിക്കുന്ന ശല്യം ചെയ്യാനായിട്ട്. അതിന് ഞാൻ നിന്നെ ശല്യം ചെയ്തില്ലല്ലോ. നീ ആരെയാ നോക്കുന്നത്? ആരും ഇല്ല. നീ ഒന്ന് പോയേ. എടാ ഓമനെ, ആ പെൺകുട്ടി വരുന്ന കണ്ടപ്പോ നിന്റെ മുഖം തെളിഞ്ഞല്ലോ. നീ അവളെ കാത്തിരിക്കുകയായിരുന്നോ? അവള് നിന്റെ ആരാ? ഇന്നെങ്കിലും അവളോട് ഇഷ്ടം തുറന്നു പറയണം. പക്ഷെ എങ്ങനെ പറയാ? എടാ മണിക്കുട്ടാ, നീ എന്നെ ഒന്ന് സഹായിക്കണം. ഉറപ്പായിട്ട് സഹായിക്കാം. എപ്പോഴും വഴക്കിടാറുണ്ടെങ്കിലും നീ എന്റെ ചങ്ങാതിയല്ലേ. ഞാൻ എന്താ വേണ്ടതെന്ന് പറയ്. അവൾ ഇവിടെ വന്ന് ബസ് കാത്ത് നിൽക്കും. അപ്പോ എന്താ ഓമനക്കുട്ട, എന്താ നിന്റെ മുഖത്തൊരു വിഷമൊന്ന് ചോദിക്കണം. അതിന് മറുപടി ഞാൻ പറഞ്ഞോളാം. ബാക്കിയെല്ലാം നിന്റെ മനോധർമ്മം പോലെ. ഓക്കെ? സക്സസ് ആയ നിനക്ക് ഒരു കൊല പഴം വാങ്ങി തിരിഞ്ഞ് അവള് വരുന്നുണ്ട്. ഓമനക്കുട്ടാ, ഓ, നിന്റെ മുഖത്തെന്താ ഒരു സങ്കടം? അതോ, സങ്കടം ഉണ്ട് മണി. ഞാനൊരു പെൺകുട്ടിയുടെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് മാസം 4 ആയി. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നമുക്ക് അറിയാം. പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ലടാ. എന്താ അവളുടെ പേര്? പേരോ? അനുക്കുട്ടി. അനുക്കുട്ടി ഓമനക്കുട്ടൻ. ആ, പേരിൽ തന്നെ നല്ല പൊരുത്തമല്ലേ മണിക്കുട്ട? ഞാൻ മണിക്കുട്ടൻ. ഞാൻ മണിക്കുട്ടൻ, അനുക്കുട്ടി, ഓമനക്കുട്ടൻ, മണിക്കുട്ടൻ. പറയാൻ തന്നെ എന്ത് രസാ. ചളവാക്കണ്ട പുല്ലേ. എനിക്ക് ഗ്ലാമർ ഇല്ലേ? ഉണ്ട്, പൊക്കക്കുറവുണ്ട്. അനുക്കുട്ടിക്ക് പൊക്കറവുണ്ട്. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശില്ലേ? ഉണ്ട്. എനിക്ക് സൗന്ദര്യമില്ലേ? ഇല്ലാത്തത് ഉണ്ടെന്ന് പറയാൻ എന്നെ കിട്ടില്ല ഓമനെ. അനുക്കുട്ടി ചിരിക്കുന്നു. മണിക്കുട്ട, അനുക്കുട്ടി ചിരിക്കുന്നു. അനുക്കുട്ടി ചിരിക്കുന്നു. നിന്റെ തത്ത എനിക്ക് ഇഷ്ടായി. അപ്പോ എന്നെയോ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരിക്കും
എന്റെ മണിക്കുട്ട, നീ എന്റെ മുത്താടാ, മുത്ത്. അയ്യോ, ഇഞ്ഞി വാ. പോയാ. അവളിതെ ഓരോരുത്തരായിട്ട് പാട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ആന്റി. ഞാനിവിടെ വരുന്ന സമയത്ത് വിശാല് പാർവതിയെ കാര്യമായി മൈൻഡ് ചെയ്യാറ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ വിശാൽ എവിടെ പോകുമ്പോഴും പാർവതി കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ രാധികാന്റിക്കും ഗാർഗിക്കും ഒക്കെ അവളോട് നേരത്തെ തന്നെ ചായവുണ്ട്. ഇപ്പോ ആ വിപിനും അവളുടെ ഭാഗത്തായി. പാർവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക മാത്രമല്ല, ആന്റിയെ ഇൻസൾട്ട് ചെയ്യുക കൂടിയാ ആ വിപിൻ ചെയ്തത്. അവൾ ഈ വീട്ടിലെ ഓരോരുത്തരെയായി അവളുടെ സൈഡ് ആക്കിക്കൊണ്ടിരിക്കുക ആന്റി. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ എല്ലാവരും നിന്റെ സൈഡ് ആയിക്കോളും. വിവാഹം കഴിയുന്നത് വരെ എനിക്ക് ടെൻഷൻ തന്നെ ആന്റി. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്ക് തന്നിട്ട് വിശാല് പാർവതിയും കൊണ്ട് കറങ്ങി നടക്കുക. അവളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഒടുവില് എല്ലാരും കൂടെ എന്നെ വീട്ടിയാക്കുമെന്നാ എന്റെ പേടി. വിശാല് നിന്നെ വിവാഹം കഴിക്കണമെന്നത് എന്റെ തീരുമാനമാണ്. എനിക്ക് വാക്ക് തന്നിട്ട് അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ ഇവിടെ വിഡ്ഢിയാവുന്നത് നീയല്ല, ഞാനാ. വിശാൽ എന്നെ ചതിക്കില്ലെന്നാ എന്റെ വിശ്വാസം. നീ ഭയപ്പെടുന്നത് പോലെ സംഭവിച്ചാൽ ഈ പ്രഭാവതിയുടെ ശരിയായ മുഖം അവൻ കാണും. വിശാലിന്റെ കൂടെ മാത്രമല്ല, ഒറ്റയ്ക്കും പാർവതി പുറത്തു പോകുന്നുണ്ട്. എങ്ങോട്ടാണ് എന്തിനാണ് എന്നൊക്കെ ഒന്നറിഞ്ഞു വെക്കുന്നത് നല്ലതാ. എട്ടും പൊട്ടും അറിയാത്ത പൊട്ടിക്കാളിയാണെന്നും പറഞ്ഞ് നമ്മൾ കണ്ണടച്ചാലേ അവസാന നിമിഷം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോഫി പാർവതിയോട് കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്? കോഫി കൊണ്ടുവരാനൊക്കെ അവൾക്ക് സമയം വേണ്ടേ? ഏത് നേരവും വിശാൽ സാറിന്റെ കൂടെയല്ലേ? വിശാലിന്റെ കൂടെയോ? ഇത്രയും നേരം വിശാൽ സാറിന്റെ മുറിയിലായിരുന്നു. ഇപ്പതേ അടുക്കളയിൽ വന്ന് കേറിയിട്ടുണ്ട്. അവളിപ്പോ അടുക്കളയിൽ കേറാറില്ലേ? അതിനൊന്നും അവക്ക് നേരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എവിടെയൊക്കെയോ പോകുന്നു, തോന്നുമ്പം തിരിച്ചു വരുന്നു. പിന്നെ അവളൊരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുക. ഫോട്ടോ കണ്ടു മതിയാവുമ്പം ജോലി ചെയ്യുമായിരിക്കും. ആരുടെ ഫോട്ടോ? അന്ന് ഇവിടെ വന്ന ആ പോലീസുകാരനില്ലേ, അയാളും വേറൊരു പെൺകുട്ടിയായിട്ട് നിൽക്കുന്ന ഫോട്ടോയാ. അവൾക്ക് ആ ഫോട്ടോ എവിടുന്ന് കിട്ടി? എന്തോ കള്ളക്കളി ഉണ്ടെന്ന് തോന്നുന്നു. നീ പോയി ആ ഫോട്ടോ ഇങ്ങെടുത്തോണ്ട് വാ. ആ, അവൾ അറിയണ്ട. ശരി, വേഗം പോ. കുടുംബത്തെ 10 പൈസ നീക്കിയിരിപ്പില്ല. ഒരു ദിവസം ഞാൻ അച്ചാറുണ്ടാക്കിയില്ലെങ്കിൽ അടുത്ത ദിവസം അടുപ്പ് പുകയില്ല. മക്കളെയെങ്കിലും ഒരു കരയ്ക്ക് എത്തിക്കണമെന്ന 24 മണിക്കൂർ എന്റെ പ്രാർത്ഥന. അപ്പോ ഇവിടെ ഒരുത്തിക്ക് കോടീശ്വരനെ വേണം. ഇപ്പൊ വരും അയാള് പറഞ്ഞ പോലെ ബിർളയുടെ കൊച്ചുമോൻ. സർക്കാർ ജോലി, സ്വന്തമായിട്ട് വീടും പറമ്പും, 4-5 കടമുറി, ഒതിയന്നൂരമ്മയായിട്ട് കൊണ്ടുവന്ന ഭാഗ്യം നീ പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞല്ലോ മോളെ. എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യോഗ്യതയും അയാൾക്കില്ല. നിന്റെ സങ്കല്പത്തിലെ ഭർത്താവ് കോടീശ്വരനല്ലേ? കോടീശ്വരന്മാരെ അവരുടെ നിലയ്ക്കൊത്ത പെണ്ണിനെ കെട്ടു. നിനക്കെന്താ ഉള്ളത്? കുടുംബത്തെ അരപ്പട്ടിണി, അധികം പഠിപ്പുമില്ല. നീ
നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന പെണ്ണിനെ കെട്ടാൻ ഏത് കോടീശ്വരനാടി വരിക? ചേച്ചിക്ക് അക്ഷരം ശരിക്ക് കൂട്ടി വായിക്കാൻ അറിയൂ. ഈ അരപ്പട്ടിണിയുള്ള കുടുംബത്തിന് തന്നെയല്ലേ വിശാലേട്ടൻ വന്ന് അവളെ കെട്ടിക്കൊണ്ടുപോയത്. നിനക്കും അവളെ പോലെ ആവണല്ലേ? ഹ, ഇതിനെ സങ്കല്പം ആഗ്രഹം എന്നൊന്നും അല്ല പറയാ. ഇതിന്റെ പേരും അസൂയും കണ്ണുകടി നോക്കിയ. മോളെ, പാറൂട്ടിക്കൊരു കോടീശ്വരനെ കിട്ടിയത് അവൾ ആഗ്രഹിച്ചത് കൊണ്ടൊന്നുമല്ല. അവനവന്റെ സ്ഥിതി അറിഞ്ഞു തന്നെയാ അവൾ വളർന്നു വന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അവളുടെ മനസ്സിന്റെ നന്മ കൊണ്ട് ഉദിയന്നൂരമ്മ അവൾക്കൊരു കോടീശ്വരനെ കൊണ്ടു കൊടുത്തു. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. എത്താ കുമ്പത്തേക്ക് നോക്കിയിരിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും മോളെ. എനിക്ക് മനസ്സില്ല. എടി, മുത്തശ്ശനോട് തറുതല പറയുന്നു. അമ്മ ഒച്ച വെക്കൊന്നും വേണ്ട. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടാൻ എനിക്ക് മനസ്സില്ല. അമ്മയും മുത്തശ്ശനും ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു കോടീശ്വരൻ പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അതിനുള്ള സൗന്ദര്യവും മിടുക്കും ഒക്കെ ഈ പല്ലവിക്കുണ്ട്. അവളെ പേരുദോഷം കേൾപ്പിക്കുമെന്ന് എന്റെ പേടി. സുഹൃതക്ഷയം അല്ലാതെ എന്തു പറയാനാ? ഇയാൾക്ക് പാർവതിയോട് വലിയ സഹതാപമാ. പാർവതിയെ വിശാൽ ഒരിക്കൽ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. കഷ്ടകാലത്തിന് അന്ന് ഇവിടെ മഴ പെയ്തു. അതുവഴി വന്ന ഇയാള് കാണുന്നത് മഴയത്ത് നിൽക്കുന്ന പാർവതിയെയാ. അന്ന് തുടങ്ങിയ സഹതാപമാ. പാർവതിയെ ഉപദ്രവിച്ച എന്നെ മൂക്കി വലിച്ചു കയറ്റുമെന്ന് ഇയാൾ എന്നോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളോട് കരുണയുള്ള പോലീസ് ഓഫീസറോ? എവിടെ കാണട്ടെ. ഫോട്ടോ എങ്ങനെ അവളുടെ കയ്യിൽ വന്നു? പാർവതി എന്തിനായിരിക്കും ഈ ഫോട്ടോ ഈ വീട്ടിൽ കൊണ്ടുവച്ചത്? വിശാലിനെയും കൂട്ടി അവൾ അരവിന്ദനെ കാണാൻ പോയത് ഏട്ടൻ നേരിട്ട് കണ്ടതാ. ഏട്ടൻ സംശയിക്കുന്നത് പോലെ ഏട്ടനെ എന്നെയും കൊടുക്കാനുള്ള അവളുടെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും. ജയയുടെ മരണം കുത്തിപ്പൊക്കിയ വിവാഹം മുടങ്ങുമല്ലോ, അതിനുള്ള അവളുടെ കളികളായിരിക്കും ഇത്. ജാസ്മിൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലാണ്ട് ഈ ഫോട്ടോ ഈ വീട്ടിൽ കൊണ്ടുവച്ചേക്കേണ്ട കാര്യമുണ്ടോ? ഒരു പോലീസ് ഓഫീസർ എന്റെ സഹായത്തിനുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോന്ന് പാർവതി ഭീഷണിപ്പെടുത്തുന്നത് പോലെയാ ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നത്. ഒരു സർക്കിളിനെ കാണിച്ച് പ്രഭാവതിയെ വിരട്ടാവുന്നോ? അയാൾക്ക് മുകളില് വേറെ പോലീസുകാരുണ്ടെന്നും പ്രഭാവതിയുടെ വിളിപ്പുറത്ത് IG വരെ ഉണ്ടെന്നും ആ പട്ടിക്കാട്ടുകാരിക്ക് അറിയില്ലല്ലോ. എന്നാലും ഈ ഫോട്ടോ ഇവിടെ വേണ്ട ആന്റി. കൊണ്ടുപോയി കത്തിച്ചളഞ്ഞേക്ക്. ആഹാ, വേണ്ട. ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലേ നമ്മള് പേടിച്ചെന്ന് അവള് വിചാരിക്കും. അവളെ കൊണ്ട് കളിക്കാവുന്ന കളികളെല്ലാം കളിക്കട്ടെ. ആകാശത്തിരിക്കുന്ന ചന്ദ്രനെ നോക്കി ചാവാലിപ്പട്ടി കുറച്ചിട്ട് വല്ല കാര്യമുണ്ടോ മോളെ? നമ്മൾ ഈ വിവാഹം ഭംഗിയായിട്ട് നടത്തും. അതിനിടയില് ഇതുപോലുള്ള എന്ത് കണ്ടാലും മോള് മൈൻഡ് ചെയ്യണ്ട. ഇത് അവിടെ തന്നെ കൊണ്ടുവച്ചേക്ക്. പാർവതിയുടെ ചീട്ട് കയറേണ്ട സമയമായിന്നാ തോന്നുന്നേ. വിശാലിന്റെയും പാർവതിയുടെയും ശവോടക്ക് ഒരുമിച്ച് നടത്തേണ്ടി വരും.